ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനവും പരിഷ്യത്തിൻ്റെ ഭരണത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. പാണ്ഡുപുത്രന്മാരുടെ മികച്ച ശിക്ഷണത്തിലാണ് പരിഷ്യത്ത് വളർന്നു വന്നത്. ഒരു നാൾ അവിടേക്ക് തീർത്ഥയാത്ര ചെയ്യുന്നതിനിടയിൽ ഹസ്തിനപുരിയിൽ വിതുരൻ അങ്ങ് എത്തിച്ചേർന്നു. അദ്ദേഹം അല്പനാൾ അവിടെ പാണ്ഡവരുടെ ആധിപത്യമെല്ലാം സ്വീകരിച്ച് അവിടെ വസിക്കുകയുണ്ടായി. പിന്നീട് എന്ത് ചെയ്തു? അദ്ദേഹം ധൃതരാഷ്ട്രയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് യാത്രയാവുകയാണ് ചെയ്തത്. പിന്നീട് പ്രഭാതത്തിൽ യുധിഷ്ഠിരൻ പിതാവിനെ കാണാതെ അതീവ ദുഃഖിതനായി കാണപ്പെട്ടു. അവിടേക്ക് ആരാ കടന്നു വന്നത്? ദേവർഷി നാരദൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്ന യുധിഷ്ഠിരനെ കണ്ട് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. അദ്ദേഹത്തെ വളരെയധികം ഉചിതങ്ങളായ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ സങ്കടത്തെ അങ്ങ് ശമിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് പിതൃജനങ്ങളുടെ സ്വർഗപ്രാപ്തിയെക്കുറിച്ചാണ് അദ്ദേഹം യുധിഷ്ഠിരനെ അറിയിച്ചത്. തുടർന്നോ പിതൃജനങ്ങൾക്ക് വേണ്ടിയുള്ള ശേഷക്രിയകളും യഥാവിധി അനുഷ്ഠിച്ച് നീണ്ട 36 വർഷം ധർമ്മപുത്രൻ രാജ്യം ഭരിക്കുകയാണ് ചെയ്തത്. ഈ വേളയിലാണ് അർജുനൻ ഭഗവാൻ കൃഷ്ണനെ ദർശിക്കുവാനായിട്ട് ദ്വാരകയിലേക്ക് എത്തിച്ചേർന്നത്. അവതാരോദ്ദേശം പൂർണ്ണമായതായി മനസ്സിലാക്കിയ ഭഗവാൻ വൈകുണ്ഠലോകത്തിലേക്ക് പോകുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് അർജുനൻ തിരികെ എത്തുവാൻ വൈകുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് ധർമ്മപുത്രൻ വിഷാദചിത്തനായിട്ട് അങ്ങനെ ഇരുന്നു. ഭൂമിയിലെല്ലാ ഇടങ്ങളിലും ദുർനിമിത്തങ്ങൾ അങ്ങ് കണ്ടു തുടങ്ങി. അസ്വസ്ഥചിത്തനായിട്ട് വസിക്കുന്ന യുധിഷ്ഠിരന്റെ മുന്നിൽ തേജസ് നഷ്ടപ്പെട്ട് ശക്തിഹീനനായിട്ട് അർജുനൻ അവിടേക്ക് വെച്ച് കയറി ചെന്നു. ഭഗവാൻ വൈകുണ്ഠം പോകിയ വാർത്ത അർജുനന്റെ ജ്യേഷ്ഠനെ അറിയിക്കുകയാണ് ഉണ്ടായത്. ഭഗവാനോടൊപ്പം ബലരാമനും പരമധാമത്തിലേക്ക് മടങ്ങിയെന്നും സാമ്പൻ തുടങ്ങിയ യാദവന്മാർ ശാപഗ്രസ്തരായതിനെ തുടർന്ന് അന്യോന്യം ഏരക പുല്ല് പറിച്ച് തമ്മിലടിക്കുകയും മരിക്കുകയും ചെയ്തുവെന്നുമെല്ലാം അർജുനൻ തികഞ്ഞ സങ്കടത്തോടുകൂടി പറയുകയാണ് ഉണ്ടായത്. ഉഗ്രസേനൻ, ദേവകി, വസുദേവൻ എന്നിവരൊക്കെ അഗ്നിപ്രവേശം നടത്തിയെന്നും അവർക്കായിട്ടുള്ള ഉദഹക്രിയകൾ നടത്തിയ ശേഷമാണ് താൻ ഹസ്തിനപുരത്തിലേക്ക് മടങ്ങിയെത്തിയതെന്നാണ് അർജുനൻ അറിയിച്ചത്. അപ്പോൾ കൽപ്പകവൃക്ഷം ഭൂമിയിൽ നിന്നും വേർപെട്ട് സ്വർഗത്തിലേക്ക് മറിഞ്ഞതും ദ്വാരകയിൽ പ്രളയം ഉണ്ടായതുമെല്ലാം അർജുനൻ വിവരിക്കുകയുണ്ടായി. യദുവംശജാതനായ ഭദ്രനെയും കുറെ നാരിമാരെയും തന്നോടൊപ്പം ഹസ്തിനപുരിയിലേക്ക് കൊണ്ടുവന്നതായിട്ട് അർജുനൻ ധർമ്മപുത്രനെ അറിയിച്ചു. അർജുനനിൽ നിന്നും വൃത്താന്തങ്ങളെല്ലാം കേട്ടറിഞ്ഞ യുധിഷ്ഠിരൻ അതീവ ദുഃഖിതനായിട്ട് കാണപ്പെട്ടു. നേരത്തെ ഗ്രഹിച്ച ആത്മജ്ഞാനത്തിൻ്റെ ശക്തിയിൽ അദ്ദേഹം തൻ്റെ ദുഃഖത്തെ നിയന്ത്രിക്കുകയും പിന്നീട് രാജ്യഭാരം പരിഷ്യത്തിന് നൽകുകയും എല്ലാം ചെയ്തു. വജ്രനെയും അദ്ദേഹം ശൂരസേനത്തിൻ്റെ ഭൂപനായി അവരോധിക്കുകയുണ്ടായി. ആസക്തി വെടിഞ്ഞ് സമസ്ത സ്വർണരത്നാദികളും എല്ലാം യുധിഷ്ഠിരൻ ദാനം ചെയ്യുകയാണ് ഉണ്ടായത്.
സ്വസ്ഥനും വിരക്തനും മുക്തനും വിശുദ്ധനുമായ ആ രാജാവോ ദിക്ക് ലക്ഷ്യമാക്കി അങ്ങോട്ട് നടന്നു നീങ്ങി. പ്രിയ സഹോദരന്മാരും പത്നിയും അദ്ദേഹത്തെ എല്ലാം അനുഗമിച്ചു. പിന്നാലെ നടന്നു നീങ്ങിയ ഓരോരുത്തരും മരിച്ചു വീഴുന്നതെല്ലാം അറിഞ്ഞിട്ട് പോലും അവരെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെയാണ് ധർമ്മപുത്രർ നടന്നു നീങ്ങിയത്. ഒടുവിലോ ഒരു ദേവദൂതൻ കൊണ്ടുവന്ന വിമാനത്തിൽ കയറി യുധിഷ്ഠിരൻ സുരലോകം പോയി. അവിടെ അദ്ദേഹം തൻ്റെ അനുജന്മാരെ എല്ലാം ദർശിച്ചു. അവരോരോരുത്തരും തങ്ങളുടെ മൂലസ്ഥാനങ്ങളിൽ ലയിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ധർമ്മിഷ്ഠനായ പരിഷിത്ത് മഹാരാജാവ് ദിഗ്വിജയത്തിനായി യാത്ര തിരിച്ചു. ആ യാത്രവേളയിലാണ് ഭഗവാൻ കൃഷ്ണന്റെ കഥകളോടൊപ്പം തന്നെ പാണ്ഡവന്മാരുടെ വിജയ കഥകളെല്ലാം നാടെങ്ങും പ്രചരിക്കുന്നത് കേട്ടപ്പോൾ രാജാവിൻ്റെ മനസ്സ് അത്യധികം ആഹ്ലാദം കൊണ്ടു. യാത്രാവേളയിൽ അദ്ദേഹം സരസ്വതി നദിയുടെ കരയിൽ അങ്ങ് എത്തിച്ചേർന്നു. ആ നദിക്കരയിൽ ഒരു കാലുള്ള ഒരു പശുവും ഒരു കാളയും അങ്ങ് നിൽക്കുന്നത് രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പാവം ഗോവിനെ ഉപദ്രവിക്കുവാനായിട്ട് ഒരുങ്ങി ഒരു ശൂദ്രനും അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇത് കണ്ട മാത്രയിൽ വളരെയധികം രോഷാകുലനായിട്ട് രാജാവ് വില്ലു കുലച്ചുകൊണ്ട് ശൂദ്രന്റെ അരികിലെത്തി. നിന്റെ വേഷം കണ്ടാൽ രാജ്യത്വം തോന്നുന്നുവെങ്കിലും നിന്റെ പ്രവൃത്തി ഒട്ടും തന്നെ ഹിതകരമല്ല. പണ്ട് ഭഗവാൻ കൃഷ്ണനും അർജുനനും ദുഃഖം തീർത്ത് രക്ഷിച്ചു കൊണ്ടുപോകുന്ന രാജ്യമാണിത്. ഇപ്പോൾ വെറും ഒരു ബാലനാണെങ്കിലും സ്വാതുദ്വേഷത്തിന് മുതിർന്ന നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ഞാൻ മാത്രം മതി. ഇത്രയും പറഞ്ഞ ശേഷം പരിഷിത്ത് ആ പശുവിനോടും കാളയോടുമായിട്ട് പറയുകയാണ്, നിങ്ങൾ ആരാണ്? എന്തിനാണ് നിങ്ങളെ ഉപദ്രവിക്കാൻ തുനിയുന്നത്? ദുരഹങ്കാരം കാട്ടുന്നത് സാക്ഷാൽ ഇന്ദ്രനാണെങ്കിൽ പോലും ആ കരങ്ങൾ ഛേദിക്കുവാൻ എനിക്ക് ഒട്ടും മടിയില്ല. ഇത് കേട്ട മാത്രമേ കാള രാജാവിനോട് പറയുകയാണ്, ഇപ്പോൾ ഓരോരുത്തരും എന്തൊക്കെ അധർമ്മങ്ങളാണ് പ്രവർത്തിക്കുന്നത്, അവയൊക്കെ തന്നെ സന്താപ നിമിത്തങ്ങളാണ്. ധർമ്മ സംരക്ഷണ തൽപരമായ മാധവന്റെയും പാർത്ഥന്റെയും ബന്ധുവായ നീ ഈ വിധം സംസാരിക്കുന്നത് അനുയോജ്യം തന്നെയാണ്. കാളയുടെ വാക്കുകൾ കേട്ട് പരിഷിത്തിന് തൻ്റെ മുന്നിൽ നിൽക്കുന്നവൻ ആരെല്ലാമാണെന്ന് മനസ്സിലായി. കാളയുടെ രൂപത്തിൽ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആരാണ്? സാക്ഷാൽ യമധർമ്മനാണെന്നും ശൂദ്രനായി മുന്നിൽ നിൽക്കുന്നത് പുരുഷനാണെന്നും അദ്ദേഹം മനസ്സിലാക്കുകയാണ് ഉണ്ടായത്. പിന്നീട് പരിഷിത്ത് യമധർമ്മനോടായിട്ട് പറഞ്ഞു, നിങ്ങൾ ആരൊക്കെ എന്ന് എനിക്കെല്ലാം മനസ്സിലായി. ഉടനടി തന്നെ നിങ്ങളുടെ ദുഃഖം ഞാൻ തീർക്കുന്നുണ്ട്. ഈ ശൂദ്രന്റെ ശല്യം ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല കേട്ടോ. ഇത്രയും പറഞ്ഞുകൊണ്ട് പരിഷിത്ത് ശൂദ്രനെ വധിക്കുവാനായിട്ട് തൻ്റെ ഖഡ്ഗം കയ്യിലെടുക്കുകയാണ് ഉണ്ടായത്. രാജാവ് വാൾ കയ്യിലെത്തുന്നത് കണ്ട മാത്രമേ തന്നെ ശൂദ്രൻ ഭയന്നു വിറച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ സാഷ്ടാംഗം അങ്ങ് പ്രണമിച്ചു. തൻ്റെ കാൽക്കൽ വീണ ശൂദ്രനെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, വില്ലാളി വീരനായ അർജുനന്റെ യശസ് പരന്ന ലോകമാണിത്. ഇവിടെ ഉപദ്രവകാരിയായി നിലകൊള്ളുന്നത് നീ മാത്രമാണ്. വിരോധിയാണെങ്കിൽ പോലും എൻ്റെ കാൽക്കൽ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്നെ ഞാൻ വധിക്കുന്നില്ല. പക്ഷെ ശീഘ്രം തന്നെ എൻ്റെ രാജ്യം വിട്ട് അങ്ങോട്ട് പോകണം. പരിഷിത്തിന്റെ വാക്കുകൾ അങ്ങ് കേട്ടപ്പോൾ ശൂദ്രൻ ഉടൻ പറയുകയാണ്, ഭഗവാൻ ഈ ഭൂമണ്ഡലം ഒന്നാകെ ഭരിക്കുന്നവനാണ്. അവിടുന്ന് അങ്ങയുടെ
രാജ്യത്തിൽ നിന്നും ഞാൻ പുറത്തു പോകണമെന്ന് കൽപ്പിച്ച് ഞാൻ ഭവനം നഷ്ടപ്പെട്ടവനായിട്ട് അങ്ങ് മാറും. ഈ ഭൂമിയിൽ ഒരിടത്തും എനിക്ക് വസിക്കാനാവുകയുമില്ല. ആയതിനാൽ ഞാൻ എവിടെ വസിക്കണമെന്ന് കൂടി അങ്ങ് കൽപ്പിച്ചു തരണം. കലിപുരുഷന്റെ അഭ്യർത്ഥന കേട്ട മാത്രയിൽ രാജാവ് ഇപ്രകാരം പറയുകയുണ്ടായി: നീ ഭൂമിയിൽ 5 സ്ഥലങ്ങളിൽ സ്വസ്ഥമായിട്ട് വസിച്ചു കൊള്ളുക. അങ്ങനെ രാജാവ് 5 സ്ഥലങ്ങൾ കലിക്ക് കൊടുക്കുകയുണ്ട്. അത് ഏതൊക്കെയാണ് ആ സ്ഥലങ്ങൾ? ചൂത് കളിക്കുന്ന സ്ഥലം, നിരന്തരം സുരപാനം നടത്തുന്നവരുടെ സ്ഥലത്തും, ഋതുമതിയായ സ്ത്രീയുടെയും, സ്വർണം ഹിംസയിൽ ഏർപ്പെടുത്തുന്നവർ ഇവയൊക്കെയാണ് നിന്റെ വാസസ്ഥലങ്ങൾ. ഈ 5 സ്ഥലങ്ങളും അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് പരീക്ഷിത് മഹാരാജാവ് കലിക്ക്. ഈ വിധം പരീക്ഷിച്ച് ബുദ്ധിപരമായി കലിയെ അകറ്റിയ ശേഷം ധർമ്മപാദങ്ങളെ സന്ധിപ്പിച്ച് ഭൂമിയുടെ ദുഃഖം അകറ്റുകയും ചെയ്തു. ഒടുവിലോ അദ്ദേഹം ശ്രീശുക മഹർഷിയെ തൻ്റെ ആചാര്യനായി കണക്കാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ ഭാഗവത കഥകൾ ശ്രവിച്ചുകൊണ്ട് അങ്ങ് ഗംഗാതീരത്ത് തന്നെ പരീക്ഷിത് രാജൻ പ്രാണത്യാഗം ചെയ്യുകയാണ് ഉണ്ടായത്. ബാക്കി ഭാഗം പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം നമോ നാരായണായ.